Bismillahirrahmanirrahim. Bismillahirrahmanirrahim. Nawaitu Somadi Anadai Farla Ramlani Adi Sinti Lillahi Ta'ala Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Ar-Rahmanir-Rahim. Maliki Yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. ആമീൻ. ഞാൻ നോമ്പെടുക്കാൻ നീയത്ത് വെച്ചിട്ടോ. നീയത്ത് വെച്ച് ഇനി പൊലിച്ചൊക്കെ എണീക്കണം. ഓക്കെ എന്താ എടുക്കുന്നുണ്ടോ? എടുത്താ മതി. അന്നത്തെ പോലെ ആകുമോ? ഉറപ്പല്ലേ? ഇന്ന് ഇല്ല ഗൈസ്, എനിക്ക് ഉച്ചവരെ എടുത്താലൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം അപ്പൊ പൊലിച്ചൊക്കെ കാണാം. ലിച്ചുട്ടി ലിച്ചുട്ടിക്ക് ചായ. ഇന്നലല്ലേ നല്ല നോമ്പ് വരുന്നപ്പോ വത്തക്ക പീസ് ഉണ്ടായില്ലേ, അത് അപ്പൊ നമ്മുടെ ലച്ച് നോമ്പെടുത്ത് കേട്ടോ. വത്തക്കയും തിന്നു, ചായയും കുടിച്ചു, പിന്നെ കടിയും തിന്നു. അല്ലേ? എന്താണ് എന്നോട് ഈ വത്തക്ക തിന്നാൻ പറയാട്ടോ? ചിരിക്കി വെള്ളം കുടിച്ചിട്ട് പോയി കിടന്നു കേട്ടോ. വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ദാഹം വരും. വേണ്ട, കുട്ടി തന്നോ. അപ്പം ലച്ചു പോയി കടന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. പിന്നെ കേസ് രാവിലെ ആയി അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇന്ന് ലച്ചു കേട്ടോ നേരത്തെ പോയത്. ഇനി നമുക്ക് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാം കേട്ടോ. മുറ്റടിച്ചു വരിയിട്ട് കാണാം. ഞാൻ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ മുറ്റത്ത് വന്നിട്ട് ഉള്ള കളിയാട്ടോ ഇത്. പിന്നെ അതിനെ കുറച്ച് നേരം ഇങ്ങനെ വിളിച്ച് കളിപ്പിച്ചൊക്കെ ചെയ്തു കേട്ടോ. അവസാനം അത് എണീറ്റ് പോയി കേട്ടോ. അങ്ങനെ പൂച്ച പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരിട്ടോ. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയായിട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ പേരക്കമരത്തുനിന്ന് ചപ്പ് വീഴുവേ. നമുക്ക് ഇന്ന് ഈ മീൻ മുറിക്കണം കേട്ടോ. ഇത് ഇന്നലെ മേടിച്ചതായിരുന്നേ. ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഐസാണ് കേട്ടോ. ഇപ്പം ഇത് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം നമുക്ക്. എന്നിട്ട് ഇത് മുറിക്കണം കേട്ടോ. ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ കറി. കടി ഞാൻ തീരുമാനിച്ചിട്ടില്ല ഗൈസ്. ഇന്നെന്താ കടി വെക്കുകയാണ്. ഈ മീനിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് മീനിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ആ മീനൊക്കെ മുറിച്ചു. ഇതാ കറി ആയിക്കൊണ്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ. ഗൈസ് 2 മാങ്ങ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക്
ജ്യൂസ് അടിക്കാം കേട്ടോ. 2 വാങ്ങുന്നുണ്ട്. പിന്നെ ലച്ചുക്കും പാച്ചുക്കൊക്കെ നോമ്പുള്ളതുകൊണ്ട് നമുക്കിത് ജ്യൂസ് ആക്കാം കേട്ടോ. പിന്നെ ഗൈസ് അടുത്തത് ഞാൻ പഴം നിറച്ചത് ഉണ്ടാക്കാമെന്നാട്ടോ കരുതുന്നത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആട്ടോ. അപ്പോൾ എന്താ തേങ്ങയൊക്കെ ചിരവ് റെഡിയാക്കി അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്തു കേട്ടോ. പിന്നെ പണി പാളിയൊരു ലക്ഷണമാണ് ഗൈസ്. എനിക്കത് വല്ലാണ്ട് നല്ലതായി തോന്നിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈമല്ലേ. എടുത്തിട്ട് മുറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങിപ്പോയിട്ടോ. സ്കൂൾ വിട്ട് വന്നിട്ട് ഉറങ്ങിക്കളഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയതാട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചറും പറഞ്ഞെന്ന് പറഞ്ഞ് നോമ്പ് മുറിച്ചു വന്ന് ഷോളും മുറിച്ചിട്ടില്ല കേട്ടോ. ഗൈസ് ചെറുതായിട്ടൊന്ന് പണി പാടിയിട്ടുണ്ടേ. പഴം നിറച്ചത് ഈ കോലത്തിലായിട്ടുണ്ട് ഗൈസ്. പണി പാളിയെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അടുത്തത് കാണിച്ചുതരാം ഗൈസ്. ഒന്ന് കരിഞ്ഞു പോയി ഗൈസ്. അയ്യോ ഞാനൊന്ന് മറിച്ചിട്ടിട്ട് ഞാനൊന്ന് അകത്ത് പോയതായിരുന്നു. വന്നപ്പോഴത്തേക്കും ഈ പരിവായി. ബാക്കിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടോ. പക്ഷെ പണി പാടിയൊരു ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിതാ വത്തക്ക മുറിക്കാം. പിന്നെ നമ്മുടെ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ വത്തക്ക. നമ്മുടെ പഴം നിറച്ചത് കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ മുറിച്ചൊക്കെ കിട്ടിയപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അത് കഴിച്ചിട്ടാട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് സംഭവം കാണാൻ ലുക്കില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ലച്ചുട്ടിക്കുന്ന നോമ്പാണല്ലോ. അപ്പം ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അവളിങ്ങനെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പക്ഷെ വൈകുന്നേരം വരെ അവൾ വെക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. പക്ഷെ അവൾ വൈകുന്നേരം വരെ വെച്ചു. പിന്നെ ഇതാ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ബാക്കിയുള്ള ഇത് തേങ്ങ കേട്ടോ. ഞാൻ തേങ്ങ ആക്കിയത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വേണമെങ്കിൽ ആ പഴത്തിൽ നമുക്ക് തന്നെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓള് പറഞ്ഞു തരികയാണേ വീഡിയോയിൽ. പിന്നെ നമ്മൾ മാങ്ങ ജ്യൂസും ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ജഗ്ഗിലുള്ളത് മാങ്ങ ജ്യൂസാണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് പോയി നിന്നു കേട്ടോ. ബാങ്ക് കൊടുത്തിട്ടില്ലേ, അപ്പം കുറച്ച് നേരം പുറത്ത് പോയി. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് നമ്മൾ നോമ്പ് ഒക്കെ തുറന്ന് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ലച്ചു കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം സംഭവമൊക്കെ നന്നായി വിശന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൾ പിടിച്ചു നിന്നോട്ട് ഇത്രയും നേരം. പിന്നെ കുറേ വവ്വാലൊക്കെ പറന്നുണ്ടായി. പിന്നെ അമ്പിളിമാമൻ. അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. കുറേ വവ്വാലുകളുണ്ട് കേട്ടോ പാറുന്ന. ഇവിടെ വൈകുന്നേരം നല്ല രസമാട്ടോ നമ്മൾ പുറത്തിരിക്കാൻ. പിന്നെ നൗഷിഖാനെ വിളിച്ചിട്ട് ഒന്ന് ഹായ് കാണിക്കാൻ പറഞ്ഞു. പക്ഷെ കാണിച്ചില്ല ഗൈസ്. ഒരു ചിരിയും ചിരിച്ചു കേട്ടോ. പിന്നെ നൗഷിഖ് അതാ പേരക്കമരത്തിൽ പേരൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എണ്ണെടുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അകത്ത് കയറിയിട്ടോ. അപ്പോൾ ഗൈസ് ബാങ്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം ഇതൊക്കെയാണ് സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ ലച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ. അപ്പോൾ ഓക്കെ ബൈ.